ലൈഫ് പദ്ധതിയിലെ താളം തെറ്റലുകൾ തുടരുന്നു. നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയങ്ങളിൽ പണി പൂർത്തിയായവ വെറും 6 10 ഭവന സമുച്ചയ പദ്ധതികൾ സർക്കാർ ഉപേക്ഷിക്കുകയും ചെയ്തു. വിവരാവകാശ രേഖകൾ ജനം ടിവിക്ക്. ജനം ബ്രേക്കിംഗ്. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി വാഗ്ദാനങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്തി വരികയാണ്. കാരണം ലൈഫ് പദ്ധതിയിലൂടെ നിരവധി വീടുകളാണ് ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്നത് എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോൾ ലൈഫ് പദ്ധതിയിലെ താളം തെറ്റലുകളാണ് ജനം ടിവി പുറത്തുവിടുന്നത്. നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയങ്ങളിൽ പണി പൂർത്തിയായവ വെറും 6 10 ഭവന സമുച്ചയ പദ്ധതികൾ സർക്കാർ ഉപേക്ഷിക്കുകയും ചെയ്തു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് സർക്കാരിൽ എന്ന് പറയുമ്പോഴും കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് ഇത്തരം വാദങ്ങളുമായി സർക്കാർ വരുമ്പോഴും കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു പദ്ധതിയിൽ സർക്കാർ പൂർണ്ണ പരാജയമായി മാറുന്നു എന്ന് തന്നെയാണ്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ലൈഫ് പദ്ധതിയെ ചൊല്ലി നിരവധി വാഗ്ദാനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന കാലമായാലും ശരി, ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് സർക്കാർ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെറും 6 ഇപ്പോൾ നിലവിൽ പൂർത്തിയായിരിക്കുന്നത് എന്ന് തന്നെയാണ്, അല്ലേ? അതായത് ഈ ഫ്ളാറ്റുകളുടെ നിർമ്മാണ കാര്യത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയിലെ അഭിമാന പ്രോജക്റ്റുകളായി സർക്കാർ മുന്നോട്ട് വെച്ചതാണ് ഈ 38ഓളം വരുന്ന ഭവന സമുച്ചയങ്ങളുടെ കാര്യമെന്ന് പറയുന്നത്. അത് ഒരു നമ്മളുടെ നാട്ടിലെ ജീവിത രീതികളുടെയൊക്കെ ഒരു മാറ്റമായി കൂടുതൽ സൗകര്യങ്ങളും ഒക്കെയുള്ള രീതിയിലേക്ക് ഫ്ലാറ്റ് സംവിധാനങ്ങൾ വരുമ്പോൾ അത് വികസിത നാടിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളുടെയൊക്കെ ഭാഗമാണ് എന്നൊക്കെ രീതിയിലേക്കുള്ള വലിയ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കോഴ വിവാദങ്ങൾക്കൊക്കെ ശേഷം അല്ലെങ്കിൽ അഴിമതി ആരോപണങ്ങൾക്കൊക്കെ ശേഷം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വലിയ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ വിവരാവകാശ രേഖകൾ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവൃത്തി ആരംഭിച്ച 38ഓളം ഭവന സമുച്ചയങ്ങളിൽ അല്ലെങ്കിൽ പദ്ധതിയിട്ട 38ഓളം ഭവന സമുച്ചയങ്ങളിൽ വെറും 6 മാത്രമാണ് 2016 ശേഷം ഇപ്പോൾ 24 വരെയുള്ള കാലയളവ് കൊണ്ട് സർക്കാരിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഈ 10ഓളം പദ്ധതികൾ പൂർണ്ണമായി സർക്കാർ ഉപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. വിവിധ ജില്ലകളിൽ ഈ പദ്ധതികൾ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിർമ്മാണം തുടങ്ങി പാതി വഴിയിൽ ഉപേക്ഷിച്ചവയുണ്ട്. പിന്നീട് തുടങ്ങിയ ശേഷം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നവയുണ്ട്. അതിൻ്റെ 22ഓളം ഫ്ളാറ്റുകളുടെ നിർമ്മാണം ഈ രീതിയിൽ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ഭവന സമുച്ചയങ്ങളുടെ കാര്യത്തിൽ സർക്കാർ വലിയ കെടുകാര്യസ്ഥത കാണിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചില ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമങ്ങൾ പോലും നടക്കാത്ത സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കാത്തതുണ്ട്. അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി അതിലിപ്പോഴും ഇത്രയധികം സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്ര പണി തുടങ്ങിയ പദ്ധതികൾ പോലും പാതി വഴിയിൽ നിലച്ചു കിടക്കുകയാണ് എന്നുള്ളത് പറയുമ്പോഴാണ് ഖേദകരം. ചില ജില്ലകളിലേക്ക് കണക്കൊക്കെ എടുത്താൽ ഒരു ഭവന സമുച്ചയം പോലും ഈ ജില്ലകളിൽ പണി പൂർത്തിയായിട്ടില്ലാത്ത സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പണി തുടങ്ങാത്ത സാഹചര്യമുണ്ട്, പാതി വഴിയിൽ നിലച്ചുപോയി അങ്ങനെയൊക്കെ കിടക്കുന്നു. ഇപ്പോൾ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഈ 22 ഭവന സമുച്ചയങ്ങളുടെ ജോലികൾ മൊത്തത്തിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഈ കണക്കുകൾ പ്രകാരം 2016 ശേഷം തുടങ്ങിയിട്ടുള്ള പദ്ധതികളാണ്. അവയെല്ലാം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 8 ജില്ലകളിൽ മാത്രമാണ് ഈ രീതിയിൽ ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുള്ളത്. അതിലാകെ ഈ രീതിയിൽ അനുവദിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ളത് 926 പേര് മാത്രമാണ്. ഇപ്പോൾ ചില ജില്ലകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലൊന്നും ഒരാൾക്ക് പോലും ഈ ഫ്ളാറ്റുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരം. അങ്ങനെ വലിയ അവകാശവാദങ്ങളുമായി നവകേരള നിർമ്മിതിയൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് സർക്കാർ കൊണ്ടുവന്ന വലിയ പ്രഖ്യാപനങ്ങളൊന്നായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി. അതിൽ ഏറ്റവും അഭിമാനകരമായ പ്രോജക്റ്റുകളായി സർക്കാർ മുന്നോട്ട് കാട്ടിവെച്ചത് ഈ രീതിയിലുള്ള ഈ ഭവന സമുച്ചയങ്ങളുടെ കാര്യമായിരുന്നു. പുതിയ കാലത്തിന് ചേർന്ന ഭവന പാർപ്പിട പദ്ധതി എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ആ പദ്ധതികളെല്ലാം ഇങ്ങനെ പാതി വഴിയിൽ നിലച്ചു കിടക്കുന്നു എന്നുള്ളതാണ് വിവരാവകാശ രേഖകളിൽ നിന്ന് സർക്കാർ വ്യക്തമാക്കുന്നത്. വിവിധ ജില്ലകളിൽ പദ്ധതി തുടങ്ങി, പക്ഷേ പലതും പണി പൂർത്തിയാകാത്ത സാഹചര്യം, നിലച്ചുപോയ സാഹചര്യം, ചിലത് പൂർണ്ണമായും ഉപേക്ഷിച്ച സാഹചര്യവും. ദേവിക.